you to the holy land of Lord Shiva. ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ബിജെപിയുടെ വിജയ പതാക പാറിക്കുന്ന ബിജെപിയുടെ നായകൻ ഇതാ നദ്ദാജി ഇതാ എത്തിച്ചേരുകയാണ്. അനുദിനം പ്രിയപ്പെട്ടവരെ, പൂരപ്പെരുമയുടെ പെരുമ്പറ മുഴങ്ങുന്ന ഈ പൂര നഗരിയിലേക്ക് ഇതാ ബിജെപി ദേശീയ അധ്യക്ഷൻ നദ്ദാജി ഇതാ എത്തിച്ചേരുകയാണ്. വടക്കുംനാഥന്റെ സനാതന മണ്ണിലേക്ക്, ശിവപുരിയിലേക്ക് നദ്ദാജിയും സന്തോഷമടങ്ങുന്ന ദേശീയ നേതാക്കൾ ഇതാ എത്തിച്ചേരുന്നു. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർപേരൂരിലെ ശിവപുരിയിലേക്ക് ഇതാ നദ്ദാജി എത്തിച്ചേരുകയാണ്. ഇതാ നദ്ദാജി എത്തിച്ചേർന്നു, ശിവപുരിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതാ നദ്ദാജി Raji, we warmly welcome you to this holy land of Lord Shiva. Ji, we welcome you to this holy land of Lord Shiva, Thrissuvapperur, the cultural capital of Kerala. What? ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഗോഡ്ഫാദർ എന്ന സിനിമയിൽ NN പിള്ള ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് മറക്കേണ്ടത്? ഇതേ ചോദ്യമാണ് LDF-നോടും UDF-നോടും കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ഞങ്ങൾ മറക്കേണ്ടത്? ഇവിടെ ശബരിമല സാംസ്കാരിക തലസ്ഥാനമായ കലാകേരളത്തിന്റെ കനകശ്രീ കോവിലായ ഈ വടക്കുനാഥന്റെ മണ്ണിൽ ഇതാ വടക്കുനാഥന്റെ മണ്ണിൽ നമ്മുടെ ദേശീയ അധ്യക്ഷൻ നദ്ദാജിയെ ബിജെപി ജില്ലാ സമിതി ഹാരമണിച്ച് സ്വീകരിക്കുന്നു. ആലവട്ടവും വെഞ്ചാമരവും നിറയുന്ന പൂരങ്ങളുടെ തറവാടാണ് തൃശ്ശൂർപേരൂർ. പൈതൃകം നിറമയാക്കിയ വെഞ്ചാമരം ഉപഹാരമായി ദേശീയ അധ്യക്ഷന് സമർപ്പിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, ജനറൽ സെക്രട്ടറിമാർ ശ്രീ ഹരി ഉല്ലാസ് ബാബു. സംസ്ഥാന കോർ അംഗങ്ങൾ എല്ലാവരും വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. കലാ കേരളത്തിന്റെ കനകശ്രീ കോവിലിൽ കവിധാരയുടെ ചിലമ്പലി ഉണരുന്ന വടക്കുനാഥന്റെ ഈ തിരുസന്നിധിയിൽ നമ്മുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദാജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നദ്ദാജിക്ക് അതുപോലെ തന്നെ സന്തോഷിച്ചടങ്ങുന്ന ദേശീയ നേതാക്കൾ എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KK അനീഷ് കുമാറിനെ ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, അഴിമതിയുടെയും ധൂർത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും പ്രീണ രാഷ്ട്രീയത്തിന്റെയും ദുർഗന്ധം വമിക്കുന്ന ദുർഭരണത്തിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കേരളത്തിലെ ജനങ്ങൾ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടതു വലതു മുന്നണികളുടെ ദുർഭരണത്തിന്റെ തടവറ ഭേദിക്കുന്ന ധർമ്മയുദ്ധത്തിന് ശംഖനാദം മുഴക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശക്തൻ തമ്പുരാന്റെ ഈ തട്ടകത്തിൽ വടക്കുന്നാഥന്റെ ഈ മണ്ണിൽ സാംസ്കാരിക കേരളത്തിന്റെ ഈ തലസ്ഥാനത്ത് ഇന്ന് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബ സ്വത്തായി പൈതൃകമായി ദേശീയ അധ്യക്ഷ പദവി ലഭിച്ച വ്യക്തിയല്ല, മറിച്ച് ആപ്പിളിന്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും
പൊതുപ്രവർത്തകനായി ജീവിതം ആരംഭിച്ച് വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി, ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ദേശീയ പ്രസിഡന്റായി, MP ആയി, മന്ത്രിയായി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ശ്രീ JP നദ്ദാജിയെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമുക്കെല്ലാവർക്കും വേണ്ടി ഷാളണിയിച്ച് സ്വീകരിക്കുന്നതിനു വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത യുവാക്കളുടെ ഹരമായി മാറിയ കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയെ കൊണ്ട് കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് പറയിപ്പിച്ച നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദക്ഷിണ ഭാരതം ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയാണ് എന്ന് വാഴ്ത്തപ്പെട്ട നാടുകളിൽ ആ ദക്ഷിണ ഭാരതത്തിൽ കർണാടകയിൽ വിധാൻസൗധത്തിൽ ഹരിത കുങ്കുമ പതാക പാറിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ച സമയത്ത് ആ വിജയത്തിന്റെ പിന്നിൽ ഒരു ബുദ്ധികേന്ദ്രമുണ്ടായിരുന്നു, ഒരു സംഘാടകരുണ്ടായിരുന്നു. കർണാടകയുടെ സംഘടനാ സെക്രട്ടറിയായി, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹസംഘടനാ സെക്രട്ടറിയായി, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയായ ശ്രീ BL സന്തോഷിയെ ആദരപൂർവ്വം ഈ മഹാസമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദക്ഷിണ ഭാരതത്തിലെ ഏതൊരു ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകനും അഭിമാനമായ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അശ്വത് നാരായണൻ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ഘടകത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന മുൻ MP ആയിട്ടുള്ള, മുൻ കയർ ബോർഡ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ CP രാധാകൃഷ്ണൻ അവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ CP രാധാകൃഷ്ണൻ അവരുടെ സഹപ്രഭാരിയായി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന കർണാടകയുടെ MLA ചീഫ് വിപ്പായിട്ടുള്ള ശ്രീ V സുനിൽകുമാർ അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ പേരെടുത്തു പറയേണ്ട നിരവധി വ്യക്തികൾ സന്നിധാനായിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇതിനു മുൻപ് സ്വാഗതം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒറ്റവാക്കിൽ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തൃശൂർ ജില്ലയിലെ എന്റെ സഹപ്രവർത്തകർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ പരിപാടി വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാ സഹകരണവും തന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും തൃശൂരിന്റെ പൗരാവലിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. അധർമ്മത്തിനും അനീതിക്കുമെതിരെ നമ്മുടെ പൈതൃകത്തിൽ പുരാണത്തിൽ പോരാടിയ മഹാ തേജസ്സാണ് വടക്കനാഥൻ. ആ വടക്കനാഥന്റെ ഈ പതാരു വൃന്ദങ്ങളിൽ, ഈ തിരുമണ്ണിൽ നടക്കുന്ന ഈ മഹാസമ്മേളനം ഇരു മുന്നണികൾക്കുമെതിരായിട്ടുള്ള താക്കീതാണ്. അഴിമതി നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ മുന്നണികൾക്കെതിരെ, അഴിമതിക്കെതിരെ പടയോട്ടം നടത്തുന്ന ദേശാഭിമാനികളെ അണിനിരത്തുക എന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കർത്തവ്യമാണ്. അഴിമതിക്കെതിരായ ജനകീയ മുന്നേറ്റത്തിൽ സത്യത്തിനു വേണ്ടി പടനയിച്ച ബഹുമാന്യനായ മുൻ DGP ജേക്കബ് തോമസ് ഇതാ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹാഗംഗാ പ്രവാഹത്തിൽ അനീതിക്കെതിരായി, അധർമ്മത്തിനെതിരായി, അഴിമതിക്കെതിരായ പടയോട്ടം നയിക്കുന്ന ഈ മഹാഗംഗാ പ്രവാഹത്തിൽ ലയിച്ചു ചേരുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വടക്കുംനാഥന്റെ ഈ തിരുമണ്ണിലെ മഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്
അദ്ദേഹത്തെ BJP-യിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുവാൻ ബഹുമാന്യനായ ദേശീയ അധ്യക്ഷൻ ശ്രീ നദ്ദാജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സർവാദരണീയനായ ശ്രീ ജഗത് പ്രകാശ് നഡ്ഡാജി, അദ്ദേഹം അഖിലേന്ത്യാ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 1 വർഷത്തിനിടെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനതാ പാർട്ടിയെ രാജ്യവ്യാപകമായി വിജയിപ്പിച്ച ചരിത്രമാണ് കഴിഞ്ഞ 1 വർഷം ശ്രീ ജഗത് പ്രകാശ് നഡ്ഡാജിക്കുള്ളത്. പൂർണ്ണമായിട്ടും അദ്ദേഹം അഖിലേന്ത്യാ അധ്യക്ഷനായതിനു ശേഷം കേരളത്തിലും ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ 1 വർഷത്തെ ചരിത്രം അദ്ദേഹത്തിന്റെ നേതൃപാടവും രാജ്യവ്യാപകമായി BJP ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ശ്രീ ജഗത് പ്രകാശ് നഡ്ഡാജി ഈ വരുന്ന 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഐതിഹാസികമായ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ഭാരതീയ ജനതാ പാർട്ടി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും ജനപിന്തുണയിൽ ചോർച്ചയുണ്ടായപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, കർണാടകയുടെ ഉപമുഖ്യമന്ത്രി, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല നോക്കുന്ന ശ്രീ അശ്വത് നാരായണൻ അവர்கள் ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിന്റെ ചുമതലയുള്ള BJP-യുടെ ചുമതലയുള്ള ശ്രീ CP രാധാകൃഷ്ണൻജി അവர்கள், അതേപോലെ ശ്രീ സുനിൽ കുമാർ അവர்கள், ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും, ശ്രീ കുമ്മനം രാജശേഖരൻ അവർകളായാലും ശ്രീ CK പത്മനാഭൻ അവർകളായാലും ശ്രീ PK കൃഷ്ണദാസ് ആയാലും മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടിയുടെ എല്ലാ സംസ്ഥാന നേതാക്കളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം അവര് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അഴിമതി മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. ശ്രീ ജേക്കബ് തോമസിനെ പോലുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 6 വർഷം നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അഴിമതിയുടെ കറപുരളാത്ത ഭരണമാണ് കഴിഞ്ഞ 6 വർഷം ഈ രാജ്യത്ത് കാഴ്ചവെച്ചത്. കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെല്ലാം അഴിമതിക്കാരാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും കേരളത്തിൽ UDF-നെ ഇപ്പോൾ നയിക്കാൻ വന്നിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയാലും രണ്ടുപേരും അഴിമതിയുടെ പ്രതീകങ്ങളാണ്. ഈ 2 ദുഷിച്ച മുന്നണികളുടെ മുഖമാണ് ശ്രീ പിണറായി വിജയനും ശ്രീ ഉമ്മൻചാണ്ടിയും. ഉമ്മൻചാണ്ടിയെ നേതാവാക്കിയപ്പോൾ
നമ്മുടെ നാട്ടിലെ ചില ആളുകൾ എന്തോ വലിയ സംഭവം ഇവിടെ നടക്കുന്നു, മഹാ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ചില പത്രമാധ്യമങ്ങളും ചില പെയ്ഡ് ഏജൻസികളും ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കോൺഗ്രസിന്റെ UDFന്റെ നേതാവാക്കിയത് ഏറ്റവും നല്ല കാര്യമാണ്. ഞങ്ങള് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ അഴിമതിക്കാരനായിട്ടുള്ള ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ നാട്ടിലെ ഏറ്റവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരാളെ പിണറായി വിജയനെ നേരിടാൻ ഒരേ കള്ള നാണയത്തിന്റെ രണ്ട് വശങ്ങൾ, അഴിമതിയുടെ അപ്പോസ്തലന്മാർ, അഴിമതിയുടെ രാജാക്കന്മാർ. ഒരാൾ സ്വർണ്ണക്കടത്താണെങ്കിൽ മറ്റൊന്ന് സോളാർ കടത്തായിരുന്നു. ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗപ്പെടുത്തി കള്ളക്കടത്തുകാർക്ക് പരവതാനി വിരിച്ചെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സോളാർ തട്ടിപ്പുകാർക്കും രാജ്യദ്രോഹികൾക്കും കള്ളക്കടത്തുകാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗപ്പെടുത്താനുള്ള അവസരമാണ് ചെയ്തു കൊടുത്തത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രണ്ട് അഴിമതിക്കാരെയും തിരിച്ചറിയാനുള്ള ഒന്നാന്തരം അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി നാട്ടിലെ ജനങ്ങളെ മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ജേക്കബ് തോമസിനെ പോലുള്ള അഴിമതിക്കെതിരായ നിലപാടെടുക്കുന്ന ആളുകൾ എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. വികസന വിരുദ്ധ രാഷ്ട്രീയമാണ് കേരളത്തിൽ, വർഗീയ രാഷ്ട്രീയമാണ് കേരളത്തിൽ. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും കൈകാര്യം ചെയ്യുന്നത് വർഗീയ രാഷ്ട്രീയമാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെടുകയാണ് കേരളത്തിൽ. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജനവികാരത്തിന്റെ പ്രതിഫലനമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയല്ല എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔപചാരികമായിട്ടുള്ള തുടക്കമാണ് ശ്രീ JP നഡ്ഡാജിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനം. അതിന് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ രണ്ട് മുന്നണികളുടെയും നിലപാടുകൾക്കെതിരായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന അജണ്ട, നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് JP നഡ്ഡാജി ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമയം കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾക്കായി ഞാൻ വിടവാങ്ങുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി. ഭരണത്തെ മറയാക്കി ഇരു മുന്നണികളും ഈ നാടിനെ ചൂഷണം ചെയ്യുകയാണ്, ഈ നാടിനെ അഴിമതിയിൽ മുക്കുകയാണ്. നമ്മുടെ കേരളം ഒരു അഴിമതി കേരളമാക്കി മാറ്റുവാൻ ഇടതു വലതു മുന്നണികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ കേരളം സാധ്യമാവണം. ഒരു പുതിയ കേരളത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന അശ്രാന്ത പരിശ്രമത്തിൽ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ അധ്യക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മഹാസമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാനാണ് നമ്മുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡാജി എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. ശ്രീ നഡ്ഡാജി, we would like to invite you to inaugurate this Mahasammelanam and kick off our political campaign also. ശ്രീ ജോർജ് കുര്യൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തും. Our very dynamic and young and energetic President of Bharatiya Janata Party, Shri K. Surendran ji, our in charge of Bharatiya Janata Party, Kerala State, ex-MP, Shri C.P. Radhakrishnan ji, Shri V. Sunil Kumar ji, the co-Prabhari of Kerala, Shri O. Rajgopala ji, our MLA and former minister, our very senior leader, Kummanam Rajshekharan ji, our former president, Shri C.K. Padmanabhan ji, former state president, Shri K. Sridharan ji, former state president,
Ashwath Narayan ji, the Deputy Chief Minister of Karnataka, Abdullah Kuchi ji, the National Vice President, and Sri George Jacob Thomas ji, who has recently joined the party, and my dear friends who have gathered here in large number at Thrissur, and we see the enthusiasm which we find in this public meeting, and my friends from the media, electronic media and print media. First of all, I would like to thank the people here who have come in such large number, a huge gathering, a colorful gathering. And also, I remember that in 2016, I had the opportunity in Vidhan Sabha election to come and address here in this very ground. The number and the enthusiasm which I find the difference. There is a sea change from 2016 to 2021, which I can see from this colorful meeting. I would also request the media persons to take a photograph of this colorful gathering, which is here present, and it shows that the people of Kerala have decided that in coming times they are going to show the change in the polity of Kerala. That is what I would like to say. കേരളത്തിന്റെ ചെറുപ്പക്കാരനും ഊർജസ്വലനുമായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, കേരള സംസ്ഥാന ബിജെപിയുടെ പ്രഭാരിയായിട്ടുള്ള എക്സ് എം പി ശ്രീ സി പി രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ സഹപ്രഭാരിയായിട്ടുള്ള ശ്രീ വി സുനിൽകുമാർ MLA, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ സി കെ പത്മനാഭൻ, ശ്രീ കെ വി ശ്രീധരൻ മാസ്റ്റർ, കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ അശ്വത് നാരായണൻ, ശ്രീ അബ്ദുള്ള കുട്ടി എന്ന പാർട്ടിയിൽ ചേർന്ന ബഹുമാന്യനായിട്ടുള്ള ജേക്കബ് തോമസ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജനമഹാസമുദ്രം തന്നെ ഇവിടെ തടിച്ചുകൂടിയില്ല. ഇത്രമാത്രം ജനങ്ങള് ഇവിടെ തടിച്ചുകൂടിയതില് ഞാൻ എന്റെ സന്തോഷവും അതുപോലെ തന്നെ ഞാൻ എന്റെ നന്ദിയും അറിയിക്കുകയാണ്. ആ ആവേശം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്രമാത്രം ഈ കളർഫുൾ ആയിട്ടുള്ള ഒരു ജനസഞ്ചയം, അത് മാറ്റമാണ് ഇവിടെ വിളിച്ചോതുന്നത്. 2016 അസംബ്ലി ഇലക്ഷനില് ഞാൻ ഇവിടെ ഇതേ മൈതാനത്ത് ഞാൻ വന്നിട്ടുണ്ട്. അന്നത്തെയും ഇന്നത്തെയും മാറ്റം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തില് വരാൻ പോകുന്ന മാറ്റത്തിന്റെ ദർശനമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ ജനസമുദ്രത്തിന്റെ കളർഫുൾ ആയിട്ടുള്ള ഈ മഹാജന സമുദ്രത്തിന്റെ ഫോട്ടോ നിങ്ങൾ എടുക്കണമെന്ന്. വരാൻ പോകുന്ന ഇലക്ഷനില് കേരളത്തിലെ ജനങ്ങള് എങ്ങനെ ഈ രാഷ്ട്രീയ മാറ്റം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Friends, when I come to Kerala, which is God's own country, I pay my respects to Padmanabha Swami Temple, to Lord Ayyappa and Sabrimala Temple. I also pay my respects and I naman to Adi Shankaracharya, to Narayan Guru, and also the anciently Thrissur land, which is also known as Kailash of South India, the cultural capital of Kerala, the city which has the name of Lord Shiva, and the city where the veneration of Lord Krishna, the Guruvayur temple. I pay my respects to all the gods and take energy,
take strength from them for the welfare of the people of Kerala at large and the people of the country. Thrissur Puram, the festival which is celebrated in the month of April-May, an annual Hindu festival, certainly it gives an inspiration and it represents the ethos and the Indian culture. തീർച്ചയായിട്ടും ഈ കേരളത്തിൽ വരുന്ന അവസരത്തില് ദൈവത്തിന്റെ സ്വന്തം നാട്ടില് വരുന്ന അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് പോയത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഞാൻ അയ്യപ്പനെ നമിച്ചുകൊണ്ട്, ശബരിമല ക്ഷേത്രത്തെ നമിച്ചുകൊണ്ട്, അതുപോലെ ആദിശങ്കരന്റെ പുണ്യഭൂമിയെ നമിച്ചുകൊണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ ഈ നാടിനെ നമിച്ചുകൊണ്ട്, ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് കൈലാസമാണ്, സൗത്ത് ഇന്ത്യയിലെ കൈലാസമാണ്. തീർച്ചയായിട്ടും ഈ ശിവന്റെ സാന്നിധ്യം, ആ ശിവഭഗവാന്റെ സാന്നിധ്യം ഈ ജനങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണന്റെ ആ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ജനങ്ങൾ, ഈ ദൈവങ്ങളുടെ എല്ലാം അനുഗ്രഹം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തൃശ്ശൂർ പൂരം തീർച്ചയായിട്ടും ലോക പ്രസിദ്ധമായിട്ടുള്ള പൂരമാണ്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ആ പൂരം സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള ഈ തൃശ്ശൂരിന് തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരിക പെരുമ വിളിച്ചുകൂടുന്ന ആ ഈ ഭൂമിയില് നിന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചതില് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. Friends, when I come to Kerala, I want to share with you that as far as the NDA government is concerned, led by our honorable dynamic Prime Minister Shri Narendra Modi ji, special attention and focus has been given to Kerala. And this I am not speaking just for the sake of speaking. I am here in Thrissur. The dream of digital India, the first district became the digital India, the first district of digital was Thrissur. That is what we have to understand. If I talk about the development part, 3,000 crore rupees have been spent for 450 kilometers natural gas pipeline from Kerala's Kochi to Mangalore. One nation, one grid, that also started from the land of Kerala, which we like to understand. If I talk about in the field of petroleum, 16,000 crore rupees have been spent for the Bharat Petroleum Corporation refinery expansion complex in Kochi. That is, all the petroleum developments also started from Kerala, that we have to understand. If I talk about the infrastructure, I have been visiting Kerala from time to time. Now I see what change it has brought as far as national highway is concerned. And I can further assure you that foundation stone has been laid down for 6 mega projects and 12,000 crore rupees are being spent, for which the foundation stone was laid on 13th of October. The Thalpadi 6 laning, the Changla 6 laning, the Nileshwaram 6 laning, the Thalli Peramba 6 laning, the Paloli Pallam Spalam 6 laning, the Kozhikode bypass, the high level bridge construction at Cheruthani river. All this has been undertaken under the dynamic leadership of Prime Minister Modi, and 12,000 crore rupees have been spent on this. If I talk about the plans to upgrade the connectivity of Bharatmala and the Sagarmala scheme, 119 kilometers port roads are being constructed. If I talk about the Mumbai-Kanyakumari economic corridor, nobody had thought about it. Now you will be having a Kanyakumari-Mumbai connectivity economic corridor worth rupees 50,000 crore rupees are going to be spent for that. That means under the dynamic leadership of Prime Minister Modi, mainstreaming is being done. That is what we have to understand. സുഹൃത്തുക്കളെ, കേരളത്തില് വരുന്ന അവസരത്തില് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിന് പ്രത്യേക പരിഗണനയാണ്
പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നതെന്ന് പറയുവാൻ ആഗ്രഹമുണ്ട്. സന്തോഷത്തോടു കൂടി ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഡിജിറ്റൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഈ തൃശൂർ ജില്ലയായിരുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ പരിഗണനയുടെ ഒരു ലക്ഷണമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഏതാണ്ട് 3000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മള് ഈ 450 കിലോമീറ്റർ ദൂരത്തിലെ കൊച്ചിയിൽ നിന്നും ആ മംഗലാപുരത്തേക്കുള്ള ഗ്യാസ് ലൈൻ ഇട്ടത്. അങ്ങനെ കേരളത്തിന്റെ പെട്രോളിയം രംഗത്തുള്ള വികസനത്തിന്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ്. അതുപോലെ നമുക്ക് പറയുവാൻ സാധിക്കും 16,000 കോടി രൂപയുടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ആ കൊച്ചിയിലെ വികസനം ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. അതുപോലെ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിലോ പറയുവാൻ സാധിക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ ഈ കേരളത്തിൽ വരുന്നതാണ്. ഈ കേരളത്തിന്റെ മാറ്റം ഇപ്പൊ വരുന്ന അവസരത്തില് ദേശീയ പാതയിൽ ഉണ്ടാകുന്ന മാറ്റം 6 ലൈൻ പാതകളാണ് അനേകം സ്ഥലങ്ങളില്. ആ പാളയത്തും കോഴിക്കോടും അതുപോലെ തന്നെ ചെറുതോണി ബ്രിഡ്ജിന്റെ മുകളിലുള്ള ആ ഹൈ ബ്രിഡ്ജും എല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 12,000 കോടി രൂപ മുടക്കിക്കൊണ്ട് അതേ രീതിയില് സാഗർമാലയുടെ ഇവിടുത്തെ തുറമുഖങ്ങളുടെ വികസനം നമ്മൾ കാണുകയാണ്. ഈ മുംബൈയിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ആ എക്കണോമിക് സോൺ അത് ആരും പ്രതീക്ഷിക്കാത്തതാണ്. 50,000 കോടി രൂപയാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതാണ് ഈ നമ്മുടെ അടിസ്ഥാന വികസനത്തിന്റെ പന്താവ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. You see, friends, how leaders make a difference. When you bring the right person at the right place, the difference takes place. And when you put the wrong person, the difference is something which is very detrimental to the society. If I talk about the 13th Finance Commission, Kerala got only 45,000 crore rupees. When Prime Minister Modi came and the 14th Finance Commission recommendation came, Kerala got 2 lakh crore rupees for the development in the next 5 years. If I talk about this Cochin shipyard, 3,400 crore rupees were sanctioned and were provided. If I talk about the Tirunelveli and Kochi, both have got now the status of solar cities. If I talk about, there are 17 cities which are linked with Amrit Nagar, and there are 17 food parks which are coming up in this land of God's own country, that is Kerala. If I talk about the schemes, Jan Dhan Yojana, Prime Minister Mrs. Indira Gandhi had said in 1971 that when banks will be nationalized, the poor people will get the advantage of it. It was said in 71 and 72, and you will be astonished that after 2014, before 2014, only less than 3 crore people had the bank accounts. But when Prime Minister Modi became the Prime Minister, he offered that you should open the Jan Dhan account, and the account should be opened with zero. Do not put any money, but just open an account, and you will be happy to note that now Jan Dhan account has got 40 crore accounts in it, and that is the difference which has been made. And you will be happy to note that during COVID times, Prime Minister Modi transferred 500 rupees for 3 months during the lockdown period to 20 crore women, and women empowerment was done, and it was directly dispersed through this Jan Dhan Yojana. You should understand how now the digital India is working. There was no postman, there was no post office. Everything was locked down. But 20 crore women got. And here in Kerala, I am happy to say that in 40 crores, approximately 47 lakh Kerala people got the account, and it was transferred to the account. That is what you have to understand.
If I talk about gas connections, 8 crore gas connections were given and 2.5 beneficiaries are the women from Kerala. That is what we have to understand. This is the empowerment of Kerala women. 2.5 lakh getting the gas connection. If I talk about the LED bulbs being distributed, 36 crores were distributed throughout the country and 1 crore 55 lakh was 54 lakh was distributed in Kerala. If I talk about Swachh Bharat Mission, 11 crore toilets were made throughout the country and 2 lakh households toilets were made in Kerala, and now Kerala is ODF free, open defecation free. That is what we have to understand. When I say 2 lakh toilets, that means that before 2014 there were families where 2 lakh families did not have toilets. That toilet was provided. And I am happy to share that in Pradhan Mantri Kisan Samman Nidhi, when 11 crore people, the farmers are benefited. In Kerala, 37 lakh farmers are benefited and they have got 6,000 rupees per year for the Pradhan Mantri Kisan Samman Nidhi. If I talk about Ayushman Bharat, it is the world's largest health coverage program. And in that world's largest program, 50 crore people, 40% of the Indian population, which means whole of America's population, whole of Canada's population, and whole of Mexico population, all together is India's Ayushman Bharat. That is what we have to understand. And 5 lakh rupees annual health coverage is given to 50 crore people. More than 1.5 crore people have benefited. More than 17,000 crore rupees have been spent. And who are these people? Poor people. The rickshaw chalak, the auto driver, the taxi driver, the maid servant, the rag picker, the driver, all common man, they are getting now, 50 crore people are getting 5 lakh health coverage annually. ഈ കേരളത്തിൽ വരുന്ന അവസരത്തില് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നേതാക്കന്മാരുടെ ഗുണങ്ങളെ പറ്റിയാണ്. നല്ല നേതാക്കന്മാരെ നല്ല സ്ഥലങ്ങളിൽ ഇരുത്തി കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 13ാം ധനകാര്യ കമ്മീഷൻ ഏതാണ്ട് 4,500 കോടി മാത്രമാണ് കേരളത്തിന് വേണ്ടി നീക്കിവെച്ചതെങ്കിലും 14ാം ധനകാര്യ കമ്മീഷൻ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള 14ാം ധനകാര്യ കമ്മീഷൻ 2 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചത്. അതുപോലെ തന്നെ കൊച്ചിയിലെ ഷിപ്പ്യാർഡിന് വേണ്ടി 3,400 കോടി രൂപയാണ് മാറ്റിവെച്ചത്. 17 നമ്മുടെ പട്ടണങ്ങള് അമൃത് പദ്ധതിയുടെ കീഴിൽ വന്നു. ഈ കൊച്ചി കേരളത്തില് 17 ഫുഡ് പാർക്കുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയുവാൻ സാധിക്കും, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യം 1971-72 കാലഘട്ടത്തില് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു, ബാങ്കുകള് ദേശസാൽക്കരിക്കുവാൻ പോകുകയാണ്, വലിയ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞു, ജനങ്ങൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് സംഭവിച്ചത്? 2014 വരെയും ഏതാണ്ട് 3 കോടി ജനങ്ങൾക്ക് മാത്രമേ ഈ ഭാരതത്തില് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ നാട്ടിലെ എല്ലാവർക്കും സൗജന്യമായിട്ട് ബാങ്ക് അക്കൗണ്ട്, മാത്രമല്ല സീറോ ബാലൻസില് എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? 40 കോടി ജനങ്ങൾക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതാണ് മാറ്റം എന്ന് പറയുന്നത്. ആ കോവിഡിന്റെ കാലഘട്ടത്തില് 500 രൂപ വെച്ച് പട്ടിണി പാവങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയുടെ സർക്കാർ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 മാസ കാലഘട്ടം 500 രൂപ വെച്ച് 1,500 രൂപ അയച്ചില്ലേ? പോസ്റ്റ് ഓഫീസിലായിരുന്നു
പോസ്റ്റ്മാൻ ഇല്ലായിരുന്നു, എല്ലാം ലോക്കൌട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തില് ഡിജിറ്റൽ ഇന്ത്യയുടെ നേട്ടത്തിലൂടെ ആ സ്ത്രീകൾക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുവാൻ സാധിച്ചു. അതിനെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള മാറ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തില് ഇന്ത്യയിൽ മുഴുവൻ പുകയൂതുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി 8 കോടി കണക്ഷനാണ് കൊടുത്തത്. ഈ കേരളത്തിന്റെ മണ്ണില് ഏതാണ്ട് 2.5 ലക്ഷം കണക്ഷനാണ് ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തത്. ഇതിനെയാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. LED ബൾബുകളിലെ ഏതാണ്ട് 36 കോടി ബൾബുകളാണ് കൊടുത്തത് ഇന്ത്യയിൽ മുഴുവൻ. ഈ കേരളത്തില് 1.54 കോടി ബൾബുകള് കൊടുക്കുകയുണ്ടായി. സ്വച്ഛ ഭാരത് വന്ന അവസരത്തില് ഏതാണ്ട് 11 കോടി ടോയ്ലറ്റുകളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഈ കേരളത്തിൽ നിങ്ങൾക്കറിയുമോ, ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 2 ലക്ഷം വീടുകളിലാണ് ഈ രീതിയിലുള്ള ടോയ്ലറ്റുകൾ കൊടുത്തത് എന്ന് പുറത്തിറങ്ങുന്ന ആ സംസ്ഥാനങ്ങളിൽ അതിന് മുക്തമായിട്ടുള്ള പുറത്ത് വെളിക്കിറങ്ങുന്ന സംസ്ഥാനമല്ല കേരളം. അതിൽ നിന്ന് മുക്തമായിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 2014 മുമ്പ് ഈ കേരളത്തില് 2 ലക്ഷം പട്ടിണി പാവങ്ങൾക്ക് അവർക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ഏതാണ്ട് 11 കോടി ജനങ്ങൾക്കാണ് ഇന്ത്യയില് കൊടുത്തത്. 6000 രൂപ വെച്ച് ഒരു വർഷം കേരളത്തിൽ 37 ലക്ഷം ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത്, പട്ടിണി പാവങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുവാൻ അവർക്ക് നിവൃത്തിയില്ലാത്തപ്പോൾ നരേന്ദ്രമോദി ആ ആയുഷ്മാൻ പദ്ധതിയുമായിട്ട് വന്നു. ഏതാണ്ട് 50 കോടി ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനസംഖ്യയില് 40% ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ അടിസ്ഥാനത്തില് കിട്ടുകയാണ്. 50 കോടി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കയിലെ മുഴുവൻ ജനസംഖ്യ, കാനഡയിലെ മുഴുവൻ ജനസംഖ്യ, മെക്സിക്കോയിലെ മുഴുവൻ ജനസംഖ്യ അത് കൂട്ടുന്ന അത്രയും ജനത്തിനാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കൊടുക്കുന്നത് 5 ലക്ഷം രൂപ. ഒരു വർഷം 5 ലക്ഷം രൂപ കൊടുക്കുകയാണ്. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനേകം പദ്ധതികളോ 70,000 കോടി രൂപയാണ് ഈ കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ ലോകം മുഴുവൻ ആദരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന പദ്ധതികളുമായിട്ടാണ്, പാവപ്പെട്ടവരുടെ പദ്ധതികളുമായിട്ടാണ് നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത്. Friends, how leaders make a difference? How do they think? And what difference it makes? We have to understand. Now, 2 incidents took place in Kerala. One incident was, it was a very tragic incident. The tragedy was in Sabrimala temple, a stampede took place. The leaders from Delhi did not come. The Prime Minister, then Prime Minister, did not have the time to come. But another incident took place. It was a tragic incident. In Puttingal, in Kollam district, a fire broke out at night. And I remember some 400 people had to face the wrath of it, and it was a very tragic incident. You will be remembering that Prime Minister Modi, within 3 hours, he was in Puttingal and he was in Trivandrum Hospital. And I, being the health minister, was within 3 hours very much present in Puttingal. And he deputed me for 1 week, along with the team of doctors from All India Institute of Medical Sciences, because I was the health minister. And I stayed in Trivandrum and personally looked after the patients there. You see, we could not have reverted the incident. But it is the human angle. It is Prime Minister's human angle which we have to understand. We remember Father Tom, how he was rescued from Yemen. We remember Father Alex, how he was brought from Afghanistan.
We remember 46 nurses from Kerala. How personally Prime Minister Modi took the initiative and they were rescued from ISIS captured area of Iraq and they were brought back safe to the land of Kerala. That is what I would like to say. This all says that leader makes a difference. And this is how, when we talk about Kerala, I always say that we do not look in terms of vote. We look in terms of service. We look in terms of helping the people. We look in terms of our duty. And maybe Kerala, we have our government or we do not have our government. But still, always Prime Minister Modi's concern has been for the welfare of the people of Kerala. That is what I would like to share. Recently, the budget has come. You'll be happy to note that in health sector, the budget has been increased by 137%. 64,000 crore rupees have been additionally given only for the preventive health care and for the rural health care. If I talk about COVID management, 35,000 crore rupees have been allocated. If I talk about the outlay, 1.18 lakh crores outlay has been given for roads and communication. And also 1,000 crore rupees for the welfare of the tea garden people. That has been also been taken care. The same way, the priority has been drinking clean water. And for that also 2,87,000 crore rupees have been allocated. And when I talk about Kerala, 65,000 crore rupees have been kept for 1,100 kilometer national highway in Kerala. That is what I would like to share. 600 kilometer section of the Mumbai-Kanyakumari, which I said earlier. 1,957 crore rupees for Kochi Metro Railway second phase, 11.5 kilometers and covering 11 stations. All this I am trying to share with you to tell you that Prime Minister Modi, NDA government has got special attention and special focus and special understanding about Kerala, and for that the development is taking place. In this budget, more than 19,000 crore rupees have been kept only to reduce the burden of Kerala's revenue deficit. It was not our responsibility, but we know we have to bail out the state government. We have to help them. So 19,000 crore rupees have been kept only to squeeze out the revenue deficit. നമ്മള് നേതാക്കന്മാരുടെ സ്വഭാവത്തെ പറ്റി ചില സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 10 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ പുൽമേട്ടിലോ അവിടെ തിക്കും തിരക്കുമുണ്ടായിട്ട് അനേകം പേര് മരിക്കുകയുണ്ടായി. അന്നിവിടെ ഭരിച്ചിരുന്നത് ആ പാർട്ടിയുടെ നേതാവോ അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രിയോ അവിടെ വരുവാൻ തയ്യാറായില്ല. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റൊരു സംഭവം ഉണ്ടായി. കുറ്റിങ്കലില് വെടിക്കൊട്ടപാടം ഉണ്ടായി ക്ഷേത്രത്തില്. ആ സംഭവം ഉണ്ടായതിനു ശേഷം 3 മണിക്കൂറിനുള്ളില് സാക്ഷാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ എത്തുകയുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് അവിടെ എത്തുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം വന്ന് അവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന എന്നോട് പറഞ്ഞു, ഡോക്ടർമാരും അതുപോലെയുള്ള ഹെൽത്ത് വർക്കേഴ്സുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ഒരാഴ്ച താമസിച്ചുകൊണ്ട് പരിക്ക് പറ്റിയവരുടെ അങ്ങനെ ക്ഷതം പറ്റിയവരെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുകയുണ്ടായി. ഇതിനെയാണ് മാനുഷിക മുഖമുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. മനുഷ്യന്റെ വേദന മനസ്സിലാക്കുന്ന, മനുഷ്യനെ അറിയുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നമുക്കറിയാം, യമനിൽ നിന്ന് അവിടെ കുടുങ്ങിയ ആ തൊഴിലാളികളെ പ്രധാനമന്ത്രി രക്ഷിക്കുകയുണ്ടായി. ഫാദർ അലക്സിനെ നിങ്ങൾക്കറിയാം, അഫ്ഗാനിസ്ഥാനില് അവിടെ കുടുങ്ങിയ അവിടെ തീവ്രവാദികള് പിടിച്ചു വെച്ച ആ ഫാദറിനെ നമ്മള് രക്ഷിക്കുകയുണ്ടായി. അതുപോലെ കേരളത്തിൽ നിന്നുള്ള 47 നേഴ്സുമാര് ISIയുടെ ഭീകരന്മാരുടെ പിടിയിൽ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഇറാഖില് എന്തായിരുന്നു? കേരളം മുഴുവൻ വിലപിച്ച അവസരത്തില് രക്ഷകനായിട്ട് അവതരിച്ചത്
നരേന്ദ്രമോദിയായിരുന്നു. അവർക്കൊരു പോറല് പോലും ഏൽക്കാതെ ഈ കേരളത്തിന്റെ മണ്ണില് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയായിരുന്നു. ഇത് വോട്ടിന് വേണ്ടിയല്ല. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA സർക്കാർ ഇത് ചെയ്യുന്നത് സേവനമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ്, ജനകീയ ആ കർത്തവ്യമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിന് വേണ്ടിയുള്ള മറ്റ് ക്ഷേമ പദ്ധതികൾ നമുക്കറിയാം. ഈ അടുത്ത ദിവസങ്ങളില് കേന്ദ്രത്തിലെ ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആരോഗ്യ രംഗത്തിന് വേണ്ടി 137 ശതമാനം കൂടുതൽ തുക അനുവദിക്കുകയുണ്ടായി. ആ രീതിയിലുള്ള മാറ്റമാണ്. 64,000 കോടി രൂപ ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, പ്രിവെന്റീവ് മെഡിസിന് വേണ്ടി, അതുപോലെ ഗ്രാമങ്ങളിലെ ആ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചു. കോവിഡിന്റെ ആ വാക്സിന് വേണ്ടി 35,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അനേകം പദ്ധതികളാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1100 കിലോമീറ്റർ ദേശീയ ഹൈവേക്ക് വേണ്ടി 65,000 കോടി രൂപയാണ് നരേന്ദ്രമോദി ഈ ബഡ്ജറ്റില് മാറ്റിവെച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഏതാണ്ട് 600 കിലോമീറ്ററുള്ള ആ പാതയ്ക്ക് വേണ്ടിയുള്ള തുക അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിലെ മെട്രോ 11.5% 5 കിലോമീറ്റർ ദൂരത്തില് പണിയുന്നതിന് വേണ്ടി 11 സ്റ്റേഷനുകൾ പണിയുന്നതിന് വേണ്ടിയുള്ള 1957 കോടി രൂപ മാറ്റിവെക്കുകയുണ്ടായി. കേരളം കടക്കണിയിലാണ്. കേരളത്തെ രക്ഷിക്കണം. അതിനുവേണ്ടി നരേന്ദ്രമോദി കൊടുത്തത് എത്രയാണെന്നറിയാമോ? 19,000 കോടി രൂപയാണ് കേന്ദ്ര ബജറ്റില് മാറ്റിവെച്ചിരിക്കുന്നത്. ആ രീതിയില് കേരളത്തിന്റെ രക്ഷയ്ക്കായിട്ട് നരേന്ദ്രമോദി ആ കേരളത്തിന് വേണ്ടി തുക അനുവദിക്കുകയുണ്ടായി. Friends, but I'm sorry to share with you that when Prime Minister Modi and NDA government is doing so much for Kerala, the leaders and the political parties in Kerala has brought a bad name to Kerala. The LDF, led by Pinarayi Vijayan, and the UDF, may it be Chandy, may it be Chintala, all have brought bad names to Kerala state. It's full of corruption. Full of corruption. The whole state machinery is deep into corruption. Rampant corruption is going on. One chief minister has got love and affection for gold. The other chief minister delivered and derived energy from solar. Both of them, their passion, one had a passion for solar energy and the another has got passion as well as liking for gold. I'm sorry to say, it has given a very bad name to the state. And the common thing is that in both the corruption and scam and scandals, the shadow of women is there. The shadow of women is there. It's not only corruption of money. It is more than that. Few names have come up, few names have not come up. Vijayan said that he wants central agencies to come. And when the investigation and the heat reached the CM office, he said that witch hunting is going on. What is this going on? In both places, near and dears are involved. Sex scandal is taking place. And I am sorry to say that after 5 years, Congress did not get any other leader. The same person, Chandy, is again the leader. That is what we have to understand. They are the two sides of the same coin. Both are corrupt. Both are involved in scandals. May it be K-Phone
scandal, may it be e-mobility scandal, may it be KII, FBI scandal, gold smuggling scandal. And if I talk about UDF, may it be scandal of related to solar, and there was one bridge, and about that bridge also I would like to speak, that the two Kerala ministers, Mr. K.M. Shaji and Ibrahim Kunju of IUML in UDF government, they were also connected to the Palar Vittam bridge construction. So it is all hand in glove. The Speaker of the present Vidhan Sabha, Sri Ramakrishnan, is also involved, and the constitutional posts are being jeopardized and are being brought to disgrace. All this has to be understood. And not only that, by passing a resolution against the Comptroller and Auditor General, the present government is trying to attack the constitutional authorities of the state. They are trying to attack the constitutional authority of the state. This speaks volume about what is happening in LDF and UDF. Both are brothers. And understand one thing, in this ensuing elections, both will fight each other in Kerala, and at the same time in West Bengal, Congress and CPM will go hand in hand to fight Bharatiya Janata Party. It is a bankruptcy of ideology. It's an ideological bankruptcy. They don't have any ideology. There is only one ideology, that is power, to get power. Hungry for power. There is no ideology. Here they are fighting each other. They will be fighting each other. And remember, when it comes to Bharatiya Janata Party, when it comes to Kamalam, there will be a fixed match. Both will join hands to see that Bharatiya Janata Party loses. But I must assure you, I find that there is a change in the people of Kerala. They are going to see to it that they are brought down and BJP is brought ahead, and we will be successful. That is what I would like to share. ഈ കേരളത്തില് ഇവിടുത്തെ നേതാക്കന്മാർ LDF-ന്റെയും UDF-ന്റെയും നേതാക്കന്മാര് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ചീത്തപ്പേരുണ്ടാക്കുകയാണ്. LDF പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ളത്, UDF ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ളത്. ഇവർ രണ്ടുപേരും അഴിമതിയില് മുങ്ങിത്താഴ്ന്നു നിൽക്കുകയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് സ്വർണത്തോടാണ് താല്പര്യം, മുൻ മുഖ്യമന്ത്രിക്ക് സോളാറിനോടാണ് താല്പര്യം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ സ്വർണം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. പഴയ മുഖ്യമന്ത്രിക്കും സോളാർ കണ്ടിട്ട് അദ്ദേഹത്തിന് ചഞ്ചലിപ്പുണ്ടായി. എന്തൊരു നാണക്കേടാണ് ഇത്! ഇവര് തമ്മിലുള്ള പൊതുവായിട്ടുള്ള കാര്യം എന്താണ്? അഴിമതിയാണ്, പണത്തിന് വേണ്ടിയാണ്. മാത്രമല്ല, ഇതിന്റെ എല്ലാം പിന്നില് സ്ത്രീകളുടെ നിഴലുണ്ട്. അഴിമതി മാത്രമല്ല, പണം മാത്രമല്ല, ചിലരുടെ എല്ലാം പേര് പുറത്തു വന്നു. ഇനിയും ചിലരുടെ പേര് പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ഏജൻസി വരണം, പിടിക്കണം, അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോഴ് മുഖ്യമന്ത്രി വിമർശിക്കുകയാണ്. ഇവരെ കേരളത്തെ തകർക്കാൻ വേണ്ടി വരികയാണ് എന്ന് ഇവര് വിമർശിക്കുകയാണ്. എന്തൊരു നാണം കെട്ട ഭരണമാണ്! ലൈംഗിക ആരോപണത്തിന്റെ പേരില് 5 വർഷ കാലഘട്ടമായിട്ട് മാറി നിന്ന ഒരാള് മുൻ മുഖ്യമന്ത്രി ഇതാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴ് അദ്ദേഹം വന്നിരിക്കുകയാണ്, വീണ്ടും വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ പിണറായി വിജയന്റെ കാര്യത്തില് ശൃംഖലന്റെ അഴിമതി, ഇമെയിലിന്റെ അഴിമതി, ഗോൾഡിന്റെ അഴിമതി, അങ്ങനെയുള്ള അനേകം അഴിമതികളുണ്ട്. UDF-ന് സോളാർ മാത്രമല്ല, പാലം വിഴുങ്ങുകളാണ് അവര്. പാലം നമുക്കറിയാം, ഒരു പാലം അവര് വിഴുങ്ങിക്കളഞ്ഞു. KM ഷാജിയും ഇബ്രാഹിം കുഞ്ഞുമുണ്ട് അതിൽ പ്രതികളായിട്ട്. പിന്നെ നമ്മുടെ സ്പീക്കറിന്റെ കാര്യം പറഞ്ഞാലോ, ഭരണഘടനാ സ്ഥാപനത്തിന്റെ ആ മഹത്വം കളഞ്ഞുകൊണ്ട്, അത് നശിപ്പിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ ആ സ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറി.
ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് എന്താണ് കാണിച്ചത്? കേരളത്തിന്റെ സർക്കാർ ആ CAG-ക്കെതിരെ അവർ പ്രമേയം പാസാക്കി. അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ LDF-ഉം UDF-ഉം എന്ന് പറയുന്നത് സഹോദരന്മാരാണ്. എന്താണ് ഇവിടെ ഭയങ്കരമായിട്ട് മത്സരിക്കുന്നു, ശത്രുയാണ് എന്ന് അവർ അഭിനയിക്കുന്നു. ബംഗാളിലോ രണ്ടു കൂട്ടരും കെട്ടിപ്പിടിച്ചുകൊണ്ട് മത്സരിക്കുകയാണ്. ഇതിനെയാണ് ആശയപരമായിട്ടുള്ള പാപ്പരത്വം എന്ന് പറയുന്നത്. ആശയമില്ല അവർക്ക് എന്താണ് വേണ്ടത്? അധികാരമാണ് വേണ്ടത്. ഇവിടെ BJP വളർന്നാൽ, താമര വളർന്നാൽ അപ്പൊ നമുക്ക് കാണാം ഫിക്സ് മാച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, വരാൻ പോകുന്ന നാളുകളിലോ രാഷ്ട്രീയ മാറ്റം കേരളം കാണുവാൻ പോകുകയാണ്. ഇവിടുത്തെ ജനങ്ങള് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മാറ്റമായിരിക്കും വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Friends, not taking much time, before conclusion, I would like to say that this government is a government of non-performance. This government is a government of inaction. And I am not saying only for the sake of it. The women atrocities that increase, the Dalit atrocities increase, the law and order situation is crumbling down, the police patronage, the state police patronage is being given. And not only that, if I talk about how they have messed the COVID management, there was a narrative here, follow Kerala model, when Prime Minister Modi was struggling to see to it, to develop the infrastructure to fight COVID. The narrative was said that we should adopt Kerala model. Do we know that more than half of the cases are from Kerala at this point of time? There is a whopping increase of 12% in the incidence of Kerala, when the country has got the highest recovery rate, lowest mortality rate, lowest incidence rate. Kerala is whopping up, and the health minister says it is because of the density of the population. What logic to give? I have been the health minister. As health minister, I have taken care of your Nipah virus. I have been the health minister. I personally came and inspected the floods. I am sorry to say, 2,600 crore rupees was given, 2,600 crores. They are unspent for the first flood. No utilization certificate has been given. This is the plight of Kerala. Friends, time has come when they should be removed lock, stock and barrel. They should be asked to go away. And time has come when people of Kerala should give their Ashirvadam to Kamalam, to Bharatiya Janata Party in coming times. That is what I would like to share. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ പിണറായി സർക്കാർ എന്ന് പറയുന്നത് പ്രവർത്തിക്കാത്ത സർക്കാരാണ്, കഴിവില്ലാത്ത സർക്കാരാണ്. നിങ്ങൾക്കറിയാം ഈ കേരളത്തിലെ സ്ത്രീ പീഡനത്തിന്റെ കഥകളോ, അത് നിങ്ങൾക്കറിയാം, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദളിതരുടെ പീഡനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമസമാധാന രംഗത്തെ തകർച്ച, പോലീസിന്റെ അതിക്രമങ്ങളോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോവിഡിന്റെ കാര്യത്തില് എന്തായിരുന്നു ഇവര് പറഞ്ഞത്? കേരളത്തിന്റെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു. കേരളത്തെ പോലെ പ്രവർത്തിക്കണമെന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി ഈ കോവിഡിനെ നേരിടുന്നതിന് വേണ്ടി അടിസ്ഥാന രംഗത്ത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഇവിടെ പറഞ്ഞത് കേരള മാതൃക എന്നാണ് പറഞ്ഞത്. ഇന്ന് ഭാരതത്തിലെ 50% രോഗികള് അത് ഈ കേരളത്തിലാണ്. പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് എക്കാലത്തെയും എല്ലാ രാജ്യങ്ങളെ കഴിഞ്ഞും 12% വളർന്നു കഴിഞ്ഞിരിക്കുന്നു.
ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കാര്യക്ഷമമായിട്ട് കോവിഡിനെ നേരിട്ട രാജ്യമാണ്. ഏറ്റവും രോഗത്തെ നിയന്ത്രിച്ച രാജ്യം, ഏറ്റവും മരണം കുറഞ്ഞ രാജ്യം, ഏറ്റവും കുറച്ച് സംഭവങ്ങൾ ഉണ്ടായ രാജ്യം. ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് ഇവിടെ കോവിഡിന്റെ എണ്ണം കൂടുവാൻ ഇവിടുത്തെ ജനസംഖ്യയുടെ ഡെൻസിറ്റിയുടെ കൂടുതലാണെന്നാണ് പറയുന്നത്. എന്തൊരു ആരോഗ്യമന്ത്രിയാണ് എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നിപ്പയുടെ കാലഘട്ടത്തിൽ ജനങ്ങള് പേടിച്ചിരുന്ന കാലഘട്ടത്തില് അന്ന് കേന്ദ്രത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഞാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് സഹായിച്ചുകൊണ്ട് 2500 കോടി രൂപ ആ സമയത്ത് കേന്ദ്രം കൊടുക്കുകയുണ്ടായി. അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇതുപോലെയുള്ള ഒരു സർക്കാരിനെ മാറ്റേണ്ടിയിരിക്കുന്നു. കേരളത്തിലേക്ക് മാറ്റത്തിൻ്റെതായിട്ടുള്ള തരംഗം വരേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആശീർവാദം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താമരയ്ക്ക് വേണ്ടി, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. Friends, in the end, I would like to expose the Congress, the ideologically bankrupt party. The Congress party has backstabbed the devotees of Ayyappa. We all know that at the time of the agitation, it was the Bharatiya Janata Party workers who were fighting day in and day out. And it was BJP who was having a consistent stand. At that point of time, Congress was silent. Not even a word was said. Rahul Gandhi till date has not spoken even a one word on Sabrimala. But now when the elections have come, they say that they will bring a resolution, an ordinance to see to it that the Ayyappa issue is settled. Friends, beware of them. These are all crocodile tears. हमारे यहाँ हिंदी में कहा जाता है हाथी के दांत दिखाने के और होते हैं, खाने के और होते हैं। दिखाने के लिए दूसरे वाला है और खाने के लिए अय्यप्पा के बारे में गलत धारणा देकर के वोट लेने का योजना। इसको हमको समझना पड़ेगा। And for that I would like to say that it is only Bharatiya Janata Party whose stand is clear and consistent, which we have to understand. So I would request in the end, both LDF and UDF, both are corrupt, both are non-performing, both are involved deep in corruption and rampant corruption is there. They have got no vision. Ideologically they have become bankrupt. They are there only to share power. They are only to grab power. Time has come when the Kerala people will have to decide. And my request is, give them rest and give work to us so that we take care of the people of Kerala. And in consonance with what Prime Minister Modi is doing, we would like to see to it that that is being transferred and it is translated on the land, God's own country, Kerala. That is what I would like to say. Thank you very much for giving me a opportunity. അവസാനമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കോൺഗ്രസ് അത് ആശയപരമായിട്ട് പാപ്പരത്വമുള്ള പാർട്ടിയാണ്. ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടുവരുന്നത് അവര് അയ്യപ്പ വിശ്വാസികളെ പുറകിൽ നിന്ന് കുത്തിയവരാണ്. ആ ശബരിമലയിലെ വിഷയമുണ്ടായ അവസരത്തിലോ വിശ്വാസത്തെ ചോദ്യം ചെയ്ത അവസരത്തിലോ കോൺഗ്രസുകാർ ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. അവര് മൗനമായിട്ടിരിക്കുകയായിരുന്നു. ശബരിമലയെ പറ്റി, അവിടുത്തെ വിശ്വാസത്തെ പറ്റി രാഹുൽ ഗാന്ധി ഇതുവരെയും ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവര് വരികയാണ് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലോ ഞങ്ങള് ഓർഡിനൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൗളിപ്പിക്കുകയാണ്. സൂക്ഷിക്കണം, ഇത് മുതലക്കണ്ണീരാണ്, മുതലക്കണ്ണീരാണ്. ഹിന്ദിയിൽ പറയാറുണ്ട്, ആന അത് കാണിക്കുന്നത് ഒന്ന് കാണിക്കാനും തിന്നുന്നത് വേറൊന്നുമായിരിക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ ഇവരെ കാണിക്കുന്നതാണ് ഇവരുടെ ലക്ഷ്യം നേർന്നാണ്. വോട്ടിന് വേണ്ടിയാണ് ഇവരെ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ആ ശബരിമലയുടെ കാര്യത്തില് ശക്തമായിട്ട് രംഗത്തിറങ്ങി ആ പീഡനങ്ങള് ഏറ്റുവാങ്ങിക്കൊണ്ട് വിശ്വാസികൾക്ക് ഒപ്പം നിന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്നറിയാം. ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ആ കഷ്ടപ്പാട്
ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. ഈ കോൺഗ്രസും അതുപോലെ തന്നെ UDF അതുപോലെ തന്നെ LDF അവര് അഴിമതിയുടെ മുഖങ്ങളാണ്, കാര്യക്ഷമതയില്ലാത്തവരുടെ മുഖങ്ങളാണ്, വീക്ഷണമില്ലാത്തവരാണ്, ആശയപരമായിട്ട് പാപ്പരത്വമുള്ളവരാണ്. അവരുടെ ഒരേ ലക്ഷ്യമേ ഉള്ളൂ, അധികാരം പിടിച്ചെടുക്കുക. എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും സമയം വന്നിരിക്കുന്നു, മാറ്റത്തിൻ്റെതായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രണ്ട് കൂട്ടരെയും വിശ്രമത്തിന് വിടുക. LDF-നെയും UDF-നെയും വിശ്രമിക്കാൻ വിടുക. അധികാരത്തിന്റെ ചിന്താഗ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുക്കുക. രാജ്യസ്നേഹത്തിന്റെ അതുപോലെ തന്നെ ജനക്ഷേമത്തിന്റെ പദ്ധതികള്, പാവപ്പെട്ടവരുടെ ശാക്തീകരണത്തിന്റെ പദ്ധതികള് അത് ഈ കേരളത്തില് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്കും താമരയ്ക്കും അനുകൂലമായിട്ട് ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Nadaji, for the vision you brought forward. Surely, it has been an enriching moment of political machinery and the new approach of Mission Kerala, the war for development and the war against corruption. ഈ മഹാസമ്മേളനത്തിൽ നന്ദി പറയുവാൻ വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഉല്ലാസ് ബാബുവിനെ ക്ഷണിച്ചോളൂ. യൂണിറ്റ് അത് മൂവ് ചെയ്ത ജേക്കബ് തോമസിന്റെ ബൈക്കിനൊക്കെ സാധ്യത. ഒരു യൂണിറ്റ് അത് മൂവ് ചെയ്ത് ജേക്കബ് തോമസിന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നല്ലവരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും ആ ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ പരിപാടിയിൽ സഹകരിച്ച വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ, സൗണ്ട്, ശബ്ദം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദിവസം വോളണ്ടിയേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മുഴുവൻ വോളണ്ടിയേഴ്സും സ്റ്റേജിന്റെ മുൻപിലേക്ക് വരേണ്ടതാണ്. ശിവമാർഗ പ്രണേതാനം